വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഇന്ന് ഫ്രണ്ട്ലി PSCയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വിവിധ തരം ഫോബിയാസ് അഥവാ പേടികളാണ്. ഇന്ന് നമ്മൾ 10 ഫോബിയാസും അത് ഓർത്ത് വെക്കാനുള്ള കോഡുമാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോബിയാസ്. ഫസ്റ്റ് വൺ എൻഡമോഫോബിയ, ഫിയർ ഓഫ് ഇൻസെക്ട്, ഷഡ്പദങ്ങളോടുള്ള പേടി. അടുത്തത് ചിറപ്റ്റോഫോബിയ, ഫിയർ ഓഫ് ബാറ്റ്, വവ്വാലിനോടുള്ള പേടി. ബാത്തോഫോബിയ, ഫിയർ ഓഫ് ഡെപ്ത്, ആഴത്തോടുള്ള പേടി. acrophobia, fear of height, ഉയരത്തോടുള്ള പേടി. chrematophobia, fear of money, പണത്തോടുള്ള പേടി. ഇനി നമുക്ക് ഇത് ഓർത്ത് വെക്കാനുള്ള കോഡ് നോക്കാം. ഫസ്റ്റ് വൺ entomophobia, fear of insect. അത് ഓർക്കാൻ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻസെക്ട് വന്ന് ഷഡ്പദങ്ങൾ വന്ന് കടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോട്ട് എൻ്റെ അമ്മേ എന്ന് പറയത്തില്ലേ, അപ്പോൾ ആ കോഡിൽ നിന്ന് entomophobia, fear of insect ഓർത്ത് വയ്ക്കാം. അടുത്തത് chiroptophobia, fear of bat. ഈ ചിറപ്റ്റോ എന്നുള്ളത് നമുക്ക് ചിറക് ഓർത്ത് വെക്കാം. ചിറക്, അപ്പൊ വവ്വാലിന്റെ ചിറക്. നമ്മൾ സന്ധ്യ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വവ്വാല് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോകുമ്പോഴത്തേക്ക് അതിന്റെ ചിറക് വന്ന് നമ്മുടെ ശരീരത്തിൽ തപ്പേന്ന് അടിച്ചുകൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ അടിച്ചുകൊള്ളുന്നതിൻ്റെ ഉള്ള പേടി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ വവ്വാലിനോടുള്ള പേടി അഥവാ ഫിയർ ഓഫ് ബാറ്റ് ഓർത്ത് വയ്ക്കാം. അപ്പൊ ചിറപ്റ്റോഫോബിയ, ചിറകടിച്ചു കൊള്ളുന്നുള്ള പേടിയിൽ നിന്ന് ഫിയർ ഓഫ് ബാറ്റ് ഓർത്ത് വയ്ക്കാം. അടുത്തത് ബാത്തോഫോബിയ, ഫിയർ ഓഫ് ഡെപ്ത്, ആഴത്തോടുള്ള പേടി. അപ്പൊ പണ്ട് കാലങ്ങളിൽ കുളങ്ങളിലാണ് കുളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ആഴമുള്ള കുളമാണെങ്കിൽ അത് കുളിക്കാനുള്ള പേടി എന്ന് ഓർത്താൽ ഈ ബാത്ത് കുളിക്കുക. അപ്പൊ ബാത്തോഫോബിയ, കുളിക്കാനുള്ള പേടിയിൽ നിന്ന് എന്തോർക്കാം? ഫിയർ ഓഫ് ഡെത്ത്. അപ്പൊ ആഴമുള്ള കുളത്തിൽ കുളിക്കാനുള്ള പേടിയിൽ നിന്ന് ഫിയർ ഓഫ് ഡെത്ത് ഓർക്കാം. അടുത്ത കോഡ് അക്രോഫോബിയ, ഫിയർ ഓഫ് ഹൈറ്റ്. ഈ അക്രോയിൽ നിന്ന് കയറുക, കയറുക. അപ്പൊ ഉയരത്തിലെത്തണമെങ്കിൽ നമ്മൾ കയറി പോണ്ടേ. അപ്പൊ അക്രോഫോബിയ, കയറാനുള്ള പേടി. എന്തുകൊണ്ട്? ഫിയർ ഓഫ് ഹൈറ്റ് പേടി ആയതുകൊണ്ട് കയറാനുള്ള പേടി എന്ന് ഓർത്താൽ അക്രോഫോബിയ, ഫിയർ ഓഫ് ഹൈറ്റ് ഓർക്കാം. അടുത്ത കോഡ് ക്രെമറ്റോഫോബിയ, ഫിയർ ഓഫ് മണി. അപ്പോൾ ഈ ഇത് നമുക്ക് ക്രമക്കേടെന്ന് ഓർക്കാം. ഇപ്പൊ ക്രമക്കേടിൽ നിന്നല്ല ഒത്തിരി പൈസ സമ്പാദിക്കുന്നത്. അപ്പൊ ക്രമക്കേട് ചെയ്യാനുള്ള പേടി ആയതുകൊണ്ട് എന്താണ്? പണവും പേടിയാണ്, ഫിയർ ഓഫ് മണി. ഓക്കെ, അപ്പൊ ക്രമറ്റോഫോബിയ, ഫിയർ ഓഫ് മണി. ഇനി അടുത്ത 5 നോക്കാം. അടുത്തത് മെത്തിഫോബിയ, ഫിയർ ഓഫ് ആൽക്കഹോൾ, ആൽക്കഹോൾ അഥവാ മദ്യത്തിനോടുള്ള പേടി. അടുത്തത് ഒക്ലോഫോബിയ, ഫിയർ ഓഫ് ക്രൗഡ്സ്, ആൾക്കൂട്ടത്തോടുള്ള പേടി. അടുത്തത് ബിബ്ലിയോഫോബിയ, ഫിയർ ഓഫ് ബുക്കിനോടുള്ള പേടി. സൈനോഫോബിയ, ഫിയർ ഓഫ് ഡോഗ്, പട്ടിയോടുള്ള പേടി. ഐലുറോഫോബിയ, ഫിയർ ഓഫ് ക്യാറ്റ്, പൂച്ചയോടുള്ള പേടി. ഇനി നമുക്ക് ഇത് ഓർത്ത് വെക്കാനുള്ള കോഡ് നോക്കാം. മെത്തിഫോബിയ, ഫിയർ ഓഫ് ആൽക്കഹോൾ, ആൽക്കഹോളിനുള്ള പേടി. അപ്പൊ ആൽക്കഹോളിൽ എന്തെന്നുള്ളത്? മീഥൈൽ ആൽക്കഹോൾ അല്ലേ. അപ്പൊ മീഥൈലിനോടുള്ള പേടി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. അപ്പൊ ഈ മെത്തിയിൽ നിന്ന് മീഥൈൽ ഓർത്ത് കഴിഞ്ഞാൽ മീഥൈൽ ആൽക്കഹോളിനുള്ളതാണല്ലോ മീഥൈൽ. അപ്പൊ അത് വെച്ചിട്ട് ഫിയർ ഓഫ് ആൽക്കഹോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാം. അടുത്തത് ഒക്ലോഫോബിയ, ഫിയർ ഓഫ് ക്രൗഡ്, ആൾക്കൂട്ടത്തോടുള്ള പേടി. നമുക്ക് ഈ ഒക്ലോ എന്നുള്ളത് ഒച്ചിലോ എന്ന് മാറ്റാം. ഒച്ച, ആള് കൂടുമ്പോ എന്താ അവിടെ അവര് വർത്താനം പറഞ്ഞ ഒച്ചയും ബഹളം ഉണ്ടാകും. അപ്പൊ ഒച്ചയോടുള്ള പേടി ആയതുകൊണ്ട് എന്താണ് ആൾക്ക്? ആൾക്കൂട്ടവും പേടിയാണ്. അപ്പൊ അങ്ങനെ അത് ഓർത്ത് വെക്കാം. അടുത്തത് ബിബ്ലിയോഫോബിയ, ഫിയർ ഓഫ് ബുക്ക്, ബുക്കിനോടുള്ള പേടി. അപ്പൊ അത് ഓർക്കാൻ ഈ ബിബ്ലിയോഫോബിയ, ബിബ്ലിയോഗ്രാഫർ എന്താണ്? ബുക്ക് രചിക്കുന്ന ആള്. അങ്ങനെ ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ടൈം അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ഫിയർ ഓഫ് ബുക്ക് ഓർക്കാം. ഇനിയിപ്പോൾ അത് ഓർക്കാൻ പറ്റാത്തവരാണെങ്കിൽ ബൈബിൾ ഓർത്താൽ മതി. ബൈബിൾ ബുക്ക് അല്ലേ. അപ്പൊ അതിനോടുള്ള പേടി വെച്ചിട്ട് ഫിയർ ഓഫ് ബുക്ക് ഓർക്കാം. അപ്പോൾ ബിബ്ലിയോഗ്രാഫർ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഓർക്കാം, അല്ലെങ്കിൽ ബൈബിള് ബുക്കാണ് അത് വെച്ചിട്ട് അങ്ങനെ ഓർക്കാം. അപ്പോൾ ബിബ്ലിയോഫോബിയ, ഫിയർ ഓഫ് ബുക്കാണ്. അടുത്തത് സൈനോഫോബിയ, ഫിയർ ഓഫ് ഡോഗ്, പട്ടിയോടുള്ള പേടി. അതിപ്പോ നമുക്ക് ഓർക്കാൻ, പട്ടി നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ കടിച്ച പാടില്ലേ. അപ്പൊ അതെന്നും ഒരു സൈൻ അല്ല ഒരു മാർക്കായിട്ട് അവിടെ കിടക്കും. അപ്പൊ ഈ സൈൻ, സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടെന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞ. അപ്പൊ ഈ സൈനോയിൽ നിന്നൊരു സൈൻ ഓർക്കാം. പട്ടി കടിച്ച പാട് ഒരു സൈനായിട്ട് കിടക്കും. അപ്പൊ അങ്ങനെ വരുമോ എന്നുള്ള പേടി, ആ പാട് നമ്മുടെ ശരീരത്തിൽ വരുമോ എന്നുള്ള പേടി കൊണ്ട് എന്താണ്? ഫിയർ ഓഫ് ഡോഗ്, പട്ടിയെ പേടിയാണ്. പട്ടി കടിച്ച് പാട് വരുത്തോ എന്നുള്ള പേടി വെച്ചിട്ട് സൈനോഫോബിയ, ഫിയർ ഓഫ് ഡോഗ് ഓർക്കാം. അടുത്ത കോഡ് ഐലുറോഫോബിയ, ഫിയർ ഓഫ് ക്യാറ്റ്, പൂച്ചയോടുള്ള പേടി. അത് നമുക്ക് ഓർക്കാൻ, പൂച്ചയാണല്ലോ എലിയെ പിടിക്കുന്നത്. അപ്പോൾ ഈ ഐല്യൂറോ എന്നുള്ളത് തിരിച്ചിട്ട് എലി എന്നങ്ങാക്കാം. അപ്പോൾ എലിയെ പേടി, അപ്പൊ എലിയെ കടിച്ചു പിടിച്ചുകൊണ്ട് വരുന്ന പൂച്ചയെ പേടി എന്നുള്ള രീതിയിൽ ഐലുറോഫോബിയ, എലി പിടിക്കുന്ന എന്നുള്ള രീതിയിൽ നമുക്ക് ഫിയർ ഓഫ് ക്യാറ്റ് ഓർക്കാം. ഓക്കെ, അപ്പൊ ഫിയർ ഓഫ് ക്യാറ്റ്, ഐലുറോഫോബിയ. അപ്പൊ ഇനി നമ്മൾ
ഫോബിയാസും അത് ഓർത്ത് വെക്കാനുള്ള കോഡുമാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കും കോഡുകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്ലി PSC സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനായിട്ട് നമ്മുടെ ആപ്പായ ഐലൻ കേരള PSC ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.